തെരഞ്ഞെടുപ്പ് കാലത്ത് കെ നായനാരെ പോലെയുള്ള നേതാക്കൾ പോലും തേടി വന്നിരുന്ന ഒരു പെട്ടിക്കടയുണ്ട് കോഴിക്കോട് വലിയങ്ങാടിയിൽ. ഒരു കാലത്ത് പ്രചാരണത്തിന് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്ന സ്റ്റെൻസിൽസിന് വേണ്ടിയായിരുന്നു ആ വരവ്. പോസ്റ്ററും ഫ്ലെക്സ് ബോർഡുകളുമൊക്കെ സജീവമാണെങ്കിലും ചുരുക്കം ചിലർ പണ്ടത്തെ ഗ്ലാമർ പ്രചാരണ ആയുധം തേടി ഇപ്പോഴും ആ പഴയ പെട്ടിക്കടയിലേക്ക് വരാറുണ്ട്. ആദ്യം നുകം വെച്ച ഇരട്ടക്കാളയായിരുന്നു കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം. പിന്നീടത് പശുവും കിടാവുമായി മാറി. അതിനുശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന കൈപ്പത്തിയായത്. അതൊക്കെ ഈ കടയിൽ വന്നാൽ കാണാം. പണ്ട് കാലത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് കൊത്തിയ ഒരു ബോർഡാണിത്. PT ഉമ്മർകോയയ്ക്ക് വോട്ട് ചെയ്യുക എന്നതാണ് ഉള്ളത്. ഇത് എവിടെ മത്സരിച്ച PT ഉമ്മർകോയ ആണ് എന്ന കാര്യത്തിൽ ഇവിടെയുള്ള പഴമക്കാരോട് പോലും ചോദിച്ചിട്ട് ഒരു വ്യക്തതയുമില്ല. പൊടി പിടിച്ചു കിടക്കുന്ന ഈ പെട്ടിക്കട പണ്ട് നടത്തിയിരുന്നത് ഒരു ബീരാൻകുട്ടിയായിരുന്നു. കുറ്റിച്ചിറ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് CPM നേതാക്കളുമായിരുന്നു ബീരാൻകുട്ടിക്ക് കൂടുതൽ അടുപ്പം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെല്ലാം കെ നായനാർ സ്ഥിരമായി വരുമെന്ന് പറഞ്ഞത് തൊട്ടപ്പുറത്തെ കച്ചവടക്കാരനായ ഹംസക്കോയാണ്. നേതാക്കളെല്ലാം വരുന്നുണ്ട്. അതായത് ഇവിടെ ദേശാഭിമാനിൽ വന്നാൽ നായനാർ വരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന നേതാക്കന്മാരെല്ലാം ഇയാളായിട്ട് ബന്ധപ്പെട്ടു. ബീരാൻകുട്ടിക്കൊപ്പം അന്ന് സഹായിയായി നിന്നിരുന്ന SV സമീറാണ് സ്റ്റെൻസിൽസ് കടയുടെ ഇപ്പോഴത്തെ ഉടമ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന മുന്നേ തന്നെ ചിഹ്നങ്ങളായിട്ട് ഓരോരുത്തരും ഇപ്പോൾ വരാൻ തുടങ്ങി. അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓർഡർ വന്ന ഒരു വർക്കാണ് ഈ കൈപ്പത്തി. പഴയ ചിഹ്നങ്ങളൊക്കെ കാണാൻ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ എത്താറുണ്ട് പലപ്പോഴും ഇവിടെ. ഷിബു ചെടിച്ചേരിക്കൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.